ഫസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പൂർവിക സമുദായത്തിൽപ്പെട്ട രണ്ടാളുകൾ മത്സ്യം പിടിക്കാൻ പോയ ഒരു സംഭവം ഉദ്ധരിക്കുന്നു. രണ്ടാളുകൾ മത്സ്യം പിടിക്കാൻ വേണ്ടി നദിക്കരയിൽ ചെന്നു. നദിക്കരയിൽ ആ കാലഘട്ടത്തിലെ പ്രവാചകൻ ഇരിക്കുന്നുണ്ട്. അതിലൊരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തൻ്റെ ചൂണ്ടയിട്ടു. കൂടെയുള്ള ആൾ ബിസ്മി ശൈത്താൻ എന്ന് പറഞ്ഞ് പിശാചിന്റെ നാമത്തിൽ ചൂണ്ടയിട്ടു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ചൂണ്ടയിട്ട ആൾക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ മത്സ്യം കിട്ടിയില്ല. ബിസ്മി ശൈത്താൻ എന്ന് പറഞ്ഞ് ചൂണ്ടയിട്ട ആൾക്ക് ആദ്യ പ്രാവശ്യം തന്നെ മത്സ്യം കിട്ടുകയും ചെയ്തു. വീണ്ടും അവർ ചൂണ്ടയിട്ടു. അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ബിസ്മി ചൊല്ലിയ ആൾക്ക് വീണ്ടും മത്സ്യം കിട്ടിയില്ല. പിശാചിന്റെ പേര് ചൂണ്ടയിട്ട ആൾക്ക് മത്സ്യം കിട്ടുകയും ചെയ്തു. അവസാനം രണ്ടുപേരും മത്സ്യം പിടിച്ച് തിരിച്ചു പോകുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ ആളുടെ കൊട്ട കാലിയനായി ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ പിശാചിന്റെ പേര് പറഞ്ഞ് ചൂണ്ടയിട്ട ആൾക്ക് അയാളുടെ കൊട്ട നിറച്ച് മത്സ്യം കിട്ടിയിട്ടു. ഈ കാഴ്ച പ്രവാചകൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നദിക്കരയിൽ. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. ഇതെന്താണ് ഇങ്ങനെ? സത്യത്തിൽ ബിസ്മി പറഞ്ഞ ആൾക്കാണല്ലോ അല്ലാഹുവിന്റെ പേരിൽ ചൂണ്ടയിട്ട ആൾക്കല്ലേ കിട്ടേണ്ടത്. ഒരു കാര്യം തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ ആ കാര്യത്തിൽ അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാകുക. ബിസ്മി അല്ലാത്തൊരു കാര്യത്തിന് ബറക്കത്തുണ്ടാവുക. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവും, അതിൽ വർധനവുണ്ടാവും. ബിസ്മി തുടങ്ങാത്ത ഭക്ഷണത്തിൽ പിശാച് കൂടെ കഴിക്കും, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബറക്കത്തുണ്ടാവും. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങേണ്ടത് ബിസ്മി കൊണ്ടാണ്, അവസാനിപ്പിക്കേണ്ടത് അൽഹംദുലില്ലാഹ് കൊണ്ടാണ്. അതിന് കഴിയാത്തൊരു കാര്യം ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യരുത്. തെറ്റായ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ബിസ്മി പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തത് ബിസ്മില്ലാഹി എന്ന് മാത്രമാണ്, റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിച്ചിട്ടില്ല. തൂഫാൻ ജലപ്രളയം ഉണ്ടായ സമയത്ത് നൂഹ് നബി രക്ഷപ്പെടാൻ തന്നെ കാരണം ബിസ്മില്ലാഹി എന്ന് ഉച്ചരിച്ചതുകൊണ്ടാണ്. അതാണ് അദ്ദേഹത്തിന്റെ രക്ഷയുടെ കാരണം. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഹാബീൽ തന്റെ സഹോദരൻ ഹാബീലിനെ കൊന്നപ്പോൾ വാപ്പയ്ക്ക് വലിയ വിഷമമുണ്ടായി ആദം നബി അലൈഹി ഇസ്ലാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനോട് വഹി അറിയിച്ചു, ആദമേ, നിന്റെ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ നിനക്ക് ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ്, നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അവിടെ ആദം ഭൂമിയോട് പറയുന്നുണ്ട്, ഹാബീലിനെ പിടികൂടണം. എൻ്റെ മകൻ ഹാബീലിനെ കൊന്നതിന് പ്രതികാരമായി ഹാബീലിനെ നീ പിടികൂടണമെന്ന് ഭൂമിയോട് പറയുന്നു. അപ്പൊ ഹാബീൽ പറഞ്ഞു ഭൂമിയോട്, ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിന്നിൽ നിന്ന് അഭയം തേടുന്നു, എന്നെ പിടികൂടരുത്. അള്ളാഹു പറഞ്ഞു, ഖല്ലീഹി, അവനെ വിട്ടേരുത്, എന്റെ നാമം പറഞ്ഞവനല്ലേ, അവനെ പിടികൂടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ ബിസ്മി ഒരു മനുഷ്യനെ രക്ഷയാണ്, എല്ലാ കാര്യത്തിലും രക്ഷ. ബിസ്മി എഴുതൊരു പേപ്പർ താഴെ കിടക്കുന്ന കണ്ടാൽ അതിനെ ബഹുമാനിച്ചെടുത്ത് മാറ്റിവെച്ചാൽ പോലും അള്ളാഹു അല്ല ഹൃദയത്തിലേക്ക് മാരിഫത്തിന്റെ, അള്ളാഹുവിനെ അറിയാനുള്ള വാതിലുകൾ തുറന്നു കൊടുക്കുമെന്നാണ്. ബിസ്മി മഹത്തരമാണ്. സത്യത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ചൂണ്ടയിട്ട ആൾക്കാരുടെ മത്സ്യം കിട്ടേണ്ടത്, പക്ഷെ ഒന്നും അയാൾക്ക് കിട്ടിയിട്ടില്ല. പിശാചിന്റെ പേര് പറഞ്ഞ ആൾക്ക് കാട്ടിലെ മുട്ട നിറച്ച് മത്സ്യം കിട്ടിയിട്ടുള്ളൂ. അള്ളാഹുവിനോട് ഈ പ്രവാചകൻ ചോദിച്ചു, എന്താണ് ഞാൻ ഈ കാണുന്ന കാഴ്ച? ഞാൻ മനസ്സിലാക്കിയതിനെതിരാണല്ലോ, നീ എന്നെ പഠിപ്പിച്ചു തന്നതിനെതിരാണല്ലോ നീ കാണിച്ചു തന്ന കാഴ്ച. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന് ഈ രണ്ട് മനുഷ്യന്മാരുടെയും പരലോകത്തെ അവസ്ഥ കാണിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ചൂണ്ടയിട്ട് നിരാശനായ മനുഷ്യൻ സ്വർഗത്തിൽ കൊടുക്കുന്ന ഉന്നതമായ ദറജയും, പിശാചിന്റെ പേര് ചൂണ്ടയിട്ട് കൊട്ട നിറച്ച് മത്സ്യവുമായി പോയ മനുഷ്യന് നരകത്തിൽ കൊടുക്കുന്ന സ്ഥാനവും അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോ ആ പ്രവാചകന് ബോധ്യപ്പെട്ടു, ശരിയാണ് കാര്യം, അള്ളാഹു പറഞ്ഞത് ശരിയാണ്, ഞാൻ മനസ്സിലാക്കിയതും ശരിയാണ്. ബിസ്മി ചൊല്ലിയാൽ അതിന് ബറക്കത്തുണ്ട്, പക്ഷെ എല്ലാ ബറക്കത്തും ഭൂമിയിൽ തന്നെ മനുഷ്യൻ ലഭിച്ചോളുന്നില്ല. ചില ബറക്കത്തുകൾ അള്ളാഹു തആല ആകാശത്തേക്ക് പരലോകത്തേക്ക് മാറ്റിവെക്കും. ഇവിടെ അള്ളാഹു മനുഷ്യന് ദുനിയാവിൽ കൊടുക്കേണ്ട ബറക്കത്തിനെ പരലോകത്തേക്ക് മാറ്റിവെച്ചതാണ്. പിശാചിന്റെ നാമം പറഞ്ഞാൽ പരാജയപ്പെടും, പക്ഷെ ആ പരാജയം ദുനിയാവിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, അത് പക്ഷെ പരലോകത്തായിരിക്കും. ഈ അവസ്ഥ നമ്മൾ ഇന്നും കാണുന്നുണ്ടാവും. നമ്മൾ സത്യസന്ധമായി കച്ചവടം ചെയ്യുമ്പോൾ ചിലപ്പോൾ നഷ്ടം വരും. നമ്മൾ
നമ്മൾ വിചാരിക്കും ഞാൻ എല്ലാ നിയമവും പാലിച്ചു പടച്ചോമൊക്കെ അനുസരിച്ച് എനിക്ക് നഷ്ടം വന്നു. കള്ളക്കച്ചവടം ചെയ്യുന്നവനും വഞ്ചന നടത്തുന്നവനും നല്ല ലാഭം ഉണ്ടാവും. അപ്പൊ നമ്മൾ വഞ്ചിക്കപ്പെടരുത് അവിടെ. അത് പിശാചിന്റെ ഒരു ചതിയാണത്. അള്ളാഹു സത്യസന്ധമായി നീങ്ങുന്നവന് വിജയം കൊടുക്കും, ദുനിയാവിലല്ലെങ്കിൽ ആഖിറത്തിൽ വിജയം ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മി ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ